അതുണ്ടല്ലോ, മുംബൈ പോയ ദിവസങ്ങളിൽ നമ്മൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം പുറത്തേക്ക് പോകുമായിരുന്നു. അപ്പോൾ സ്ട്രീറ്റിൽ നമ്മൾ മാർക്കറ്റുകളിലൊക്കെയാണ് പോയിരുന്നത്. അപ്പോൾ വ്യത്യസ്ത തരം ഫുഡ് എല്ലാ ദിവസവും കിട്ടുമായിരുന്നു കേട്ടോ. ഇത്രയും വെറൈറ്റി ഫുഡ് നമ്മൾ ആദ്യം കഴിച്ചത് നമ്മളുടെ ഈ കുൾഫിയാണ്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മറാത്തിയിൽ പുള്ളി നല്ലതാണോ എന്ന് ചോദിച്ചു, എനിക്കത് മനസ്സിലായില്ല. ചേച്ചിയെ പറഞ്ഞത് നല്ലതാണോ എന്നാണ് ചോദിക്കുന്നതെന്ന്. സൂപ്പറായിരുന്നു കേട്ടോ, ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ടേസ്റ്റ് ഓവർ മധുരമൊന്നും ഇല്ലേ, നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ പാനിപൂരി കഴിച്ചു കേട്ടോ. അന്ന് തന്നെയാണ് പാനിപൂരി കഴിച്ചത്. ഞാൻ പാനിപൂരിയുടെ ഒരു ഫാനാണ് ഞാൻ. അപ്പോൾ എനിക്ക് എന്തായാലും ഇവിടെ ചിലപ്പോൾ പാനിപൂരി വടാപ്പാവൊക്കെ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കറിയാമല്ലോ, നല്ലൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ് നമ്മൾ ഈ പാനിപൂരി. ഇത് ബേൽപൂരി. പക്ഷേ പാനിപൂരി കഴിച്ചപ്പോഴേക്കും തന്നെ എൻ്റെ വയറ് ഫുള്ളായി. അതുകൊണ്ട് എനിക്കിത് കഴിക്കാനായിട്ട് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ പാവ് ബജി, അതുപോലെ തന്നെ പാനിപൂരി, ഇത് രണ്ടുമാണ്. നമ്മൾ പാവ് ബജി വേറെ കഴിച്ചിരുന്നു. വടാപ്പാവിനോടും എനിക്ക് അത്ര താല്പര്യം തോന്നിയില്ല, ബേൽപൂരിനോടും തോന്നിയില്ല. എന്നാലും ഇവിടെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല വില കൂടിയത് കിട്ടുന്നത് കൊണ്ട്, വില കുറഞ്ഞത് കിട്ടുന്നുണ്ട്. അപ്പോൾ ചേച്ചി പറയായിരുന്നു ഏത് തരക്കാർക്ക് വേണമെങ്കിലും ഇവിടെ ഇങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നുള്ളത്. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റുള്ള സാധനങ്ങളൊക്കെ ആട്ടോ കിട്ടുന്നത്. അപ്പോൾ നാളെ കാണാം. ബൈ.